കുഞ്ഞുങ്ങളെ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ചീരു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ രഘുവേട്ടനെ അമ്പിളി ചേച്ചിയും അവരെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ, അല്ലേ അച്ഛാ? അതെ അതെ, എന്തായാലും അവർ അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥിതിക്ക് മക്കളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോട്ടെ. ചീരു അങ്ങനെ പറയുമ്പോ നമ്മളത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അവളൊന്ന് നോർമലായിട്ട് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുക. അച്ഛാ, വിനയനാണല്ലോ. ആള് നല്ല സന്തോഷത്തിലാണ്. വാ വിനയ, കേറിയിരിക്ക. വാമോനെ, ഇങ്ങോട്ടിരിക്കെ. വിനയന് ഞാൻ ചായ എടുക്കട്ടെ? ഞാന് ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ച ഉടനെ ഇറങ്ങിയതാ. മകളെ, ഇതാ ചോക്ലേറ്റ്. ഇതാ മോനെ ചോക്ലേറ്റ്. ഇതാ ഇഷ്ടായ? മക്കളെ കൂടി പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ വീട്ടിലാകെ ഒരു മൂകത. അമ്മയ്ക്കും മാമനുമാ കൂടുതൽ അത് ഫീൽ ചെയ്തത്. ഞാന് ഹോസ്പിറ്റലിൽ പോകുന്നതിനിടയിൽ അവരെ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് കരുതി കയറിയതാ. അവര് സുഖമായിട്ടിരിക്കുന്നില്ലേ അനു? പിന്നെന്താ, അവർക്ക് ഒരു കുഴപ്പമില്ല. ലച്ചുമോളും വിച്ചൂട്ടനും അവർക്ക് കൂട്ടായിട്ടുണ്ടല്ലോ. ആർച്ചമോളും ഭദ്രമോളും ജനിച്ചപ്പോ തൊട്ട് ലച്ചുമോൾ എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. നമ്മൾ മുതിർന്നവരെ പോലൊന്നല്ല. കുട്ടികൾ തമ്മിൽ അകലുമ്പോ അവരുടെ മനസ്സിൽ അത് വല്ലാത്ത വിഷമമുണ്ടാക്കും. പരമാവധി അവരെ തമ്മിൽ പിരിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. അതിന് ലച്ചുമോൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ കൂടെ പഞ്ചരത്നത്തിലേക്ക് പോകില്ല അച്ഛാ? അതെ, അവരിന്ന് തന്നെ പോകും. ഒപ്പം ആർച്ചമോളെയും ഭദ്രമോളെയും അവർ കൊണ്ടുപോട്ടെ വിനയ. കുട്ടികളെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ, അല്ലേ? ആയിക്കോട്ടെ അച്ഛാ. അച്ഛനും ചീരുവിനും ഒക്കെ അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ മക്കളെ കാണണമെന്ന് തോന്നിയാ അങ്ങോട്ടേക്ക് വരാനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടല്ലോ. അതെ അതെ, അവരവിടെയും ഇവിടേക്കും ആയിട്ടങ്ങ് നിൽക്കട്ടെ, അതല്ലേ നല്ലത്. അതെ, എന്നാ പിന്നെ ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വേഗം ഇറങ്ങാച്ച. മക്കളെവിടെയാനു? ആ മുറിയിലുണ്ട്. അതെയാ, വിനീൻ അങ്ങോട്ട് ചെന്നു. മകളെ, ഞാനിന്ന് അകത്ത് പോട്ടെ, മക്കൾക്ക് പാലെടുത്തിട്ട് വരാച്ച. അച്ഛന്റെ പൊന്നുമക്കളെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും കളിക്കുവാണോ? അച്ഛന്റെ ചക്കര മക്കൾ ഇങ്ങോട്ട് ഓടിപ്പോന്നോ? അമ്മമ്മയ്ക്കും അച്ചാച്ചനൊക്കെ എന്ത് വിഷമായെന്നറിയോ? അച്ഛമോളെ, ഭദ്രമോളെ, ദേ അച്ഛന് എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു നോക്കി. ഇതാ ചോക്ലേറ്റ്, നോക്കിതാ കളിപ്പാട്ടുണ്ടേ.